There are two types of urgency, fake urgency and real urgency. Fake and real urgency. ഫേക്ക് അർജൻസി കളിച്ചാൽ ഒരിക്കലും കസ്റ്റമർ നിന്നെ വിശ്വസിക്കില്ല. അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ ഡിമാൻഡ് കൂട്ടാൻ എന്ത് ചെയ്യണം? ലിമിറ്റ് യുവർ സപ്ലൈ. എങ്ങനെ ഡിമാൻഡ് കൂട്ടണ്ടേ? ലിമിറ്റ് സപ്ലൈ. വാരി വലിച്ചിട്ടിട്ട് അവർ വിളിച്ച് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യണ്ടേ? അവർ വിളിച്ചിട്ട് ചോദിക്കുക, ഈ സാധനം വെള്ളിയാഴ്ചത്തേക്ക് കിട്ടുമോ? നമ്മുടെ സെയിൽസുകാരൻ എന്താ പറയും, സാറിന് വെള്ളിയാഴ്ച വേണോ ശനിയാഴ്ച വേണോ, ഒരു വിളിച്ചാൽ മതി സാർ, സാധനം അവിടെ എത്തിയിരിക്കും. അവനെന്തോ വിചാരിക്കും, എന്തിനാ ഇവിടെ കൊണ്ടുവന്നിരുന്ന, ആവശ്യമുള്ളപ്പം മേടിക്കുക, അവിടെ ഇരിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ഒരു 10 എണ്ണം എടുക്കാൻ കാണുമോ? 10 സാറേ ഇവിടെ ഇഷ്ടം പോലെ റിപ്പോർട്ട്, സാറിന് എത്ര എണ്ണം വേണം? അല്ല, 10 എണ്ണം വേണോ സാർ? സാർ ഞാനിപ്പോഴേ ഒന്ന് നോക്കിയിട്ട് വിളിക്കാം കേട്ടോ. സാറേ ഒരു 12 എണ്ണം ഇരിപ്പുണ്ട്, പെട്ടെന്നാണെന്ന് തുടങ്ങി കാര്യം നടക്കും. ഇത് ഫേക്ക് അല്ല. ലിമിറ്റ്. സാധനം വെയർ ഹൗസിലുണ്ടാകും, അത് സെയിലിന് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ പറയുകയാണ് ഈ ആഴ്ച നമ്മൾ ഇതിൻ്റെ 25 പീസേ വിൽക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ എന്ത് വന്നാലും നമ്മൾ വിൽക്കത്തില്ല എന്നൊന്ന് സെയിൽസുകാരോട് പറഞ്ഞ് ഇവൻ ഈ കാര്യം കസ്റ്റമർ എടുത്ത് പറയും, സാറേ 25 എണ്ണേ ഉള്ളൂ, 18 എണ്ണം ഓൾറെഡി പോയി, ഇനി 7 എണ്ണം കൂടെ ഉള്ളൂ. അല്ലാതെ 250 എണ്ണം അതിൽ കൊണ്ടുവച്ചാലും ജന്മത്ത് നിനക്ക് 25 എണ്ണം ആഴ്ച വിൽക്കാൻ പറ്റത്തില്ല. വെൻ യു ആർ ഇൻ ഡിമാൻഡ് യു ആർ ഇൻ കമാൻഡ്. നീ പറയുന്നതാണ് പോളിസി, നീ പറയുന്നതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ. വെൻ യു ആർ ഇൻ ഡിമാൻഡ് യു ആർ ഇൻ കമാൻഡ്. കമാൻഡ് ഓഫ് വാട്ട്? കമാൻഡ് ഓഫ് യുവർ പ്രൈസ്. നീ പറയുന്നതാണ് പിന്നെ നിൻ്റെ വില. ഞാനിപ്പം 3 ലക്ഷം രൂപ ഒറ്റയടിക്ക് കൂട്ടിയത്. ആൻഡ് യു നോ സംതിങ്, പ്രോഫിറ്റ് കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താണെന്നറിയോ? ഇൻക്രീസ് യുവർ പ്രൈസ്. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് മെത്തേഡ് ടു ഇൻക്രീസ് യുവർ പ്രോഫിറ്റ്. ഈ സെക്കൻഡ് മതി നമ്മുടെ വില കൂട്ടാൻ തീരുമാനിക്കാൻ. ഒരുത്തനോടും അനുവാദം ചോദിക്കേണ്ട. ഞാനിപ്പം ചോദിച്ചിട്ടാണോ? ഞാനിപ്പം സെയിൽസ് ടീം ആരോടെങ്കിലും ഞാൻ ഡിസ്കസ് ചെയ്തോ? CEO ഡിസ്കസ് ചെയ്തോ? ഇല്ല. ദിസ് ടൈം ഈസ് ഇനഫ്. ഈ സമയം മതി എൻ്റെ പ്രൈസ് കൂട്ടാൻ. ആൻഡ് ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് വേ ടു ഇൻക്രീസ് യുവർ പ്രോഫിറ്റ്. ആ വിലയ്ക്ക് വിൽക്കാൻ പഠിച്ചാൽ മതി. അതിന് സ്ട്രാറ്റജി അല്ല, സ്കില്ല് വേണം. അതിന് കിങ്സ് ക്ലബ്ബിൽ വരണം. സോ ഫസ്റ്റ് ലേൺ ടു ഡ്രൈവ് അപ്പ് ഡിമാൻഡ്, ദെൻ ഇൻക്രീസ് പ്രൈസ് ആൻഡ് ഇൻക്രീസ് പ്രോഫിറ്റ്. എങ്ങനെ പ്രോഫിറ്റ് കൂട്ടണ്ടേ? ഡിമാൻഡ് കൂട്ടാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? പ്രൈസ് കൂട്ടാൻ പറ്റും. അപ്പോൾ എന്തുണ്ടാവും? ലാഭം കൂടും. എങ്ങനെ? 3 സ്റ്റെപ്പാണ്. ഡിമാൻഡ് കൂട്ടുക, അപ്പം പ്രൈസ് കൂട്ടാം, അപ്പം ലാഭം കൂടും.